എല്ലാവർക്കും ഒരു ഹായ് പോയി എന്നാണ് പോകുന്നത് സൊല്ലാൻഡ് 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 77 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം സെലസ്റ്റിയൽ ഡ്രാഗൺ സെക്ട് സ്ട്രക്കുമായിട്ടുള്ള മാച്ച് അതിൽ അവനൊന്നും ചെയ്യാൻ പറ്റാതെ അവൻ തോൽവി സംഭവിച്ച് പേഴ്സണൽ മാച്ച് മുൻപേ പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ടീം തോറ്റ് സ്ട്രക്ക് ഫൈനലിലേക്കും കയറി. അവൻ അവളുടെ ദൈവം നന്ദി പറയുമ്പോൾ നീ സ്ട്രോങ് ആണ്, അനവ എൻ്റെ സ്ട്രെങ്ത് നിന്നേക്കാൾ ഡിഫറൻ്റ് ആണ്, ഒരു നാൾ നിന്നെ തോൽപ്പിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് പറയുകയാണ്. അടുത്ത 3 വർഷം അവളുടെ ഗാർഡായിട്ട് കാണും. അത് കേട്ട ഷോക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ അവൻ വാക്കുകൊടുത്ത അതോർത്ത് പിന്നെ റിഗ്രറ്റ് ചെയ്യില്ല. അവനെ സ്ട്രക്ക് ഫൈനലിലേക്ക് കയറിയ അവരുടെ ടീം ഹാപ്പി. നോക്കിയത് വെച്ച് അവൾ തന്നെയാണ് സ്ട്രോങ്ങസ്റ്റ് ഡ്രാഗൺ സോൾ മാസ്റ്റർ എന്ന് ജ്യൂസി. എന്നാൽ ഷൂട്ടിന് അടുത്തത് ടാങ് സെറ്റ് ഹോളി സ്പിരിറ്റ് ആണ്. നീ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, അതിന് സിംഗ്ലി അത് ടാങ് സെറ്റ് ആയതാണ് നിരാശ എന്ന് വില കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ടാങ് സെറ്റ് ഹോളി സ്പിരിറ്റും പെങ്ങവരോട് ഇൻഡിവിജ്വൽ അവരെ തോൽപ്പിക്കാനാണ് പറയുന്നത്. ബൈവേ വരുന്ന ഓപ്പോസിറ്റ് ഷീലി. കഴിഞ്ഞ ദിവസം പ്രിൻസസ് ജൂ പോയതിനു ശേഷം അവരുടെ പ്ലാൻ ഹോളി സ്പിരിറ്റായി. അവർ ഇത്രയും നാൾ മത്സരിച്ചത് വെച്ച് ടീം ബാറ്റിൽ അവർക്ക് വീക്കാണ്. ഇൻഡിവിജ്വലാണ് അവർ ജയിക്കാൻ കൂടുതൽ നോക്കുക. അത് നല്ല ഇഞ്ചുറി ആക്കാൻ നോക്കും, മേ ബി ഹീവൻ കൊല്ലാനും നോക്കും. അത് ശരിയാണെന്ന് യുഹവ 3 പോയിന്റ് നേടി ടീം ബാറ്റിലേക്ക് പോകണം എന്ന് ബൈബൈ ആകുമ്പോൾ തന്നെ പോകാന്ന് പറയണം. മസ്റ്റായിട്ട് 3 പോയിന്റ് ഒപ്പിക്കും. അവരുടെ മാച്ച് തുടങ്ങി ഹോബിൻ ഹോളി സ്പിരിറ്റ് ചർച്ച് കഴിഞ്ഞ മാച്ചൊക്കെ ആലോചിച്ച് അവരുടെ ദേഷ്യമുണ്ട്. ക്യൂബാവിലെ പെണ്ണ് അവർ പ്രിൻസസ് ജൂവിന്റെ സിംഗ്ലി അക്കാഡമിയിലെ 4 പേരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അത്ര ക്രൂവലായിട്ടാണ് അറ്റാക്ക് ചെയ്ത്. സീനിയർ ബേബി എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അവർക്ക് ടെൻഷനുണ്ട്. അവരുടെ ക്യാപ്റ്റൻ ബ്ലൂ ലൈറ്റിന് ഡ്രക്സോ എന്ന് സെലസ്റ്റിയൻ ഡ്രാഗൺകളായി അതിശയമുണ്ട് അവർക്ക്. അവരുടെ ഫൈറ്റ് പോകുമ്പോഴാണ് ഷീലി നാക്ക് വെച്ച് അറ്റാക്ക്. അതിൽ നിന്ന് മാറി എല്ലാവരും കണ്ട് വീടായിട്ട് നോക്കുകയാണ്. അവരുടെ മാർഷൽ സോൾ എടുക്കുന്ന അതൊരുമാതിരി മോൺസ്റ്ററാണ്. അതൊരു ബ്രെയിൻ ഈറ്റിംഗ് ബീസ്റ്റാണ്. അതിൻ്റെ നാക്കിന് നീളം കൂട്ടാനും ബ്രെയിൻ അത് എടുക്കാനും കഴിയും. അത് വെച്ച് ബേബീനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബേബി മാറി മാറി ആദ്യം പോകുന്നു. അറ്റാക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞില്ല. നാക്ക് വെച്ച് തന്നെ ലോക്കാക്കി. അവൻ്റെ ബ്രെയിൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുത്താനായിട്ട് വരുന്ന എല്ലാവരും ഷോക്ക് തന്നെ. അപ്പോഴാണ് ഒരു കാര്യം നടക്കുന്നത്. പാസ്റ്റിലെ മൂവൻ അവൻ്റെ മാർഷൽ സോൾ പകുതി മ്യൂട്ടേറ്റഡ് ആണ്, അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് പോലെ കൊടുത്തിരുന്നു. ഹോളി ഡ്രാഗൺ ബ്ലഡ് ലൈൻ അത് സ്റ്റേബിളാക്കി. ബേബീൻ്റെ മാർഷൽ സോള് ബ്ലൂ ലൈറ്റിനെ ട്രക്സ് നിന്ന് പറയാ ഗോൾഡൻ ഡ്രാഗൺ ആയി മാറി. പിന്നെ ഒരു സ്കിൽ യൂസ് ചെയ്യുന്ന ഡ്രാഗൺ എംപറർ ബ്രെത്ത് ഇവള് നീരജ് ഒറ്റടി അവൻ്റെ ബോഡിയിലൂടെ ഇറങ്ങിപ്പോയി. അവൻ്റെ നാക്ക് പിടിച്ചിട്ട് ഇത് വെച്ചല്ലേ ഒരുപാട് പേര് നീ കൊന്ന്, ഇത് നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നാക്ക് തന്നെ വലിച്ചെടുത്തു. നിന്നെ കൊല്ലുന്നില്ല എന്ന് ഇത് നീ മരിക്കുന്നത് ഒരു ഓർക്കും. ആദ്യമായിട്ടാണ് ഹോളി സ്പിരിറ്റ് ചർച്ചിൽ ഒരാൾ തോൽപ്പിക്കുന്നത് പോലെ. എല്ലാവരും ഹാപ്പി. എന്നാൽ ഷിംഗ്ലി ഇത് ഡ്രാഗൺ എംപററായ മൂയന്റെ സ്കില്ലാണ്. അയാൾ മരിച്ചിട്ടോ എന്ന് ദേഷ്യം. അവന്റെ ഹോളി ലൈറ്റ് ഡ്രാഗൺ കണ്ട് സെലസ്റ്റൽ ഡ്രാഗൺ ക്ലാൻ ഞെട്ടി. അങ്ങനെ ഫസ്റ്റ് മാച്ച് ടാങ് സെറ്റ് ജയിച്ചു. അവന്റെ സ്ട്രെങ്ത് ഹൈഡ് ചെയ്തു എന്നാണ് സംസാരം. അടുത്ത ആൾ വന്ന് വാങ്ഷോലി വന്ന ഉടനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ്റെത് സ്കെൽട്ടൺ ആണ്, അത് വെച്ച് അറ്റാക്ക്. അതെല്ലാം ഡ്രാഗൺ ലൈറ്റിന് പവർ ഉപയോഗിച്ച് ഇല്ലാതൊക്കെയാണ്. ഒരുപാട് ഇല്ല ഒരേ ടൈം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ എംപറർ അത് വെച്ച് തന്നെ തളയുന്നുണ്ട്. അവസാനം ട്രാപ്പ് ആക്കുന്നത് പോലെ ഒരു ഡൊമൈൻ അതിനുള്ളിലായി പോയി. എല്ലാ സ്കില്ലും എൻഹാൻസ് ചെയ്തു പോയില്ലായിരുന്നു. ബേബീനെ അറ്റാക്ക് ചെയ്തോ മാറാതൊക്കെ എന്ന് കഴിഞ്ഞില്ല. സ്കെലട്ടൺ എല്ലാം കൂടി പിടിച്ച് ലോക്കാക്കി. പിന്നെ അവന്റെ കൈ പോലെയുള്ള ആ ബൂൺ അത് വലുതാക്കി നേരെ വന്നപ്പോഴാണ് ബേബി അവന്റെ 6ാമത്തെ സോൾ സ്കിൽ യൂസ് ചെയ്യുന്നത്. ഡ്രാഗൺ എംപറർ ഡൊമൈൻ എറിയാൻ. അതെന്നതൊരു പവർഫുള്ളായ മൂവ് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. അതിലവൻ തെറിച്ച് വീണ് എല്ലാം ഡിസപ്പിയർ ആയി. അതിൽ നിന്നുള്ള പവർ ആകാശത്ത് നിന്ന് വന്ന് അവനിൽ വന്ന് പതിച്ച് ലൈറ്റിന് പവർ അടിച്ച് അവൻ അപ്പോൾ തന്നെ നോക്കൗട്ടായി വീഴുവാണ്. ജ്യൂസി അപ്പോൾ വാങ്ചോർ മാത്രമല്ല സ്ട്രോങ്ങസ്റ്റ് ഡ്രാഗൺ സോൾ മാസ്റ്റർ എന്ന് പറഞ്ഞത് തെറ്റി. ഇവൻ മരിച്ചിട്ടില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഡ്രാഗൺ കൊണ്ട് ഒളിവാകും എന്നതിന് ഒരു സംശയമില്ല എന്ന് സിംഗ്ലി അതിനെ സമ്മതിക്കില്ല. ഇപ്പം എങ്ങടുത്തത് നീയാണ്, ഞാൻ റെഡിയാണ് എന്ന് പറയാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ബൈവേ ബാക്കിയുള്ളവരും പറഞ്ഞതുപോലെ അത് ശവിയ തന്നെയായിരുന്നു. അവൾ പെട്ടിയൊക്കെ തൂക്കി ഷ്രക്കിൽ നിന്ന് പോയതിനു ശേഷം കുറച്ച് ഡേയ്സ് കഴിഞ്ഞുള്ളതാണ് കാണിക്കുന്നത്. അയൺ ബ്ലഡ് സെക്ട് എന്നൊരിടത്താണ് വന്നിരിക്കുന്നത്. കാരണം ഷവിയുടെ പാസ്റ്റിൽ നടന്ന അവൾക്ക് മറക്കാൻ കഴിയാത്തൊരു ഇൻസിഡന്റ്, അതിന് കാരണമായവരെ തേടിയാണ് വന്നിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ അത് കണ്ട ടാങ് സെറ്റ് പോലെ തന്നെയാണ് ഉള്ളത് എന്ന് കാണാം. ടൈറ്റാങ് എന്ന ഒരുത്തൻ ആളെ വിട്ട് ആരാ എന്താ എന്ന് ചോദിക്കുമ്പോൾ വലിയ പോകരുത്, അതായത് വലിഞ്ഞു കയറി അയൺ ബ്ലഡ് സെറ്റിലേക്ക് വന്നാൽ അത് മരണമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2 ഡിസിപ്ലിൻസ് വരുന്നു. എന്നാൽ അവളുടെ മാർഷൽ സോൾ യൂസ് ചെയ്ത് 2 പേരെ ലോക്കാക്കി. നീ ആരാ അവരെ വിടാനായിട്ട് ടൈറ്റാങ് പറയുമ്പോൾ താങ്കിയ നീയൊക്കെ അന്ന് ഒറ്റ രാത്രി കൊണ്ട് ടാങ് സെറ്റിനെ ഡിസ്ട്രോയ് ആക്കി. അന്ന് രക്ഷപ്പെട്ട ഒരാൾ അത് ഞാനാണ്. ഇന്ന് അതിന് റിവഞ്ചനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ 2 എണ്ണത്തിനെ അടിച്ചു തെറിപ്പിച്ച് അവരുടെ അയൺ ബ്ലഡ് സെറ്റ് എന്ന പേരെഴുതിയിരിക്കുന്നത് എല്ലാം ഇല്ലാതാക്കിയാണ്. അവളെ അറ്റാക്ക് ചെയ്യാൻ പിന്നെ തുടങ്ങി. എന്നാൽ അവളുടെ ബ്ലൂ സിൽവർ പ്ലാന്റ് സെക്കൻഡ് അവൈക്കണിംഗ് ആയിട്ട് മാറിയത്. അതുപോലെ ഈവൾ കൂടി ചേർന്ന ഡാർക്ക് ബ്ലൂ സിൽവർ പ്ലാന്റ് ആണ്. അത് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് ടാങ് അല്ലെങ്കിൽ ഷവിയ ടൈം ടൗൽ വന്നിട്ട് ടാങ് സെറ്റിനെ റീ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യാൻ നോക്കി. ആ ടൈം അപ്പോൾ അവർക്ക് വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ മെയിനായിട്ട് അയൺസ് ഒക്കെ വേണമല്ലോ. അവരുടെ പ്ലാൻ ആ ടൈം വീക്കായിരുന്നു. ആ സമയം നോക്കി തന്നെ ടാങ് സെറ്റിനെ ഡിസ്ട്രോയ് ആക്കി അവരെ കൊന്നു. ഷവിയ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ
പിന്നെ അയൺ ബ്ലഡ് സെറ്റായിട്ട് മാറ്റി. അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരോടുള്ള റിവഞ്ച് അത് മനസ്സിൽ വെച്ചിരുന്നു. ഈവിൾ സോൾ ടെക്നിക്ക് വഴി ആ റിവഞ്ച് ചെയ്യാൻ വന്നതാണ്. അവളിപ്പോൾ അതിൻ്റെ റിവഞ്ചിനായിട്ട് വന്നതാണ്. ടൈറ്റിങ് എന്നെ അറ്റാക്ക് ചെയ്ത് ലോക്കാക്കി പ്ലാന്റ് വെച്ച് കുത്തിറക്കി. അവസാനം നീ വന്നൂലേ എന്ന് അവൻ്റെ അച്ഛൻ ടൈലീനെ നോക്കി പറയുകയാണ്. അത് ടെറിഫിക്കായ രീതിയിൽ അവനെ വല്ലതും ചെയ്താൽ നിന്നെ കൊല്ലും എന്ന്. അവളാകട്ടെ നീ അത് ജീവനോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ടൈറ്റാങ്ങിനെ ബ്രൂട്ടലായിട്ട് കൊന്നു. അതുകൊണ്ട് ദേഷ്യം അതിനായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു എന്ന്. അവളുടെ ഈവിൾ ടെക്നിക്ക് എന്നത് വളരെ പവർഫുൾ ആയിരുന്നു. അതുപോലെ അവളുടെ കൺട്രോളിലല്ലാത്തതുപോലെ. എന്നിരുന്നാലും അവിടെയുള്ള എല്ലാവരെയും ഒന്നും ചെയ്യാൻ കഴിയാതെ ക്രൂവലായിട്ട് കൊല്ലുകയാണ്. ടൈല് പിന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് പവറൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത്. പിന്നെ ലോക്കാക്കി ആദ്യം അറ്റാക്ക് ചെയ്തപ്പോൾ ഒരു ഗോൾഡൻ നീഡിൽ കുത്തിറങ്ങിയിരുന്നു. അവൾ ചെയ്തത് അക്കുപഞ്ചർ പോയിന്റിലാണ്, ഡ്രാഗൺ ബ്രൈഡ് നീഡിൽ എന്നത് ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ സോൾ പവർ സപ്രസ്സായി. അത് മനസ്സിലാക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞു പിന്നെ കൊന്നുകളയാണ്. സെക്ട് മാസ്റ്റർ ഡെഡായി. അവിടെ ഉള്ളവർ ഓടിപ്പോകുന്നൊക്കെ. എന്നാൽ അവളുടെ റിവഞ്ച് ഒരാളെ പോലെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത രീതിയിലായിരുന്നു. അത്ര ദേഷ്യത്തിലായിരുന്നു അവരെല്ലാവരെയും അവനെ കൊന്നുകളയാണ്. ഒറ്റ രാത്രി കൊണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു. അവളുടെ അച്ഛനമ്മയോട് തന്നെ അവസാനം റിവഞ്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. അപ്പോഴാണ് അങ്ങോട്ട് സിംഗിൽ വരുന്നത്. ഡാർക്ക് ബ്ലൂ സിൽവർ പ്ലാന്റും വളരെ പ്യുവറായതും റെയറായതുമാണ്. നമ്മളെ ഹോളി സെറ്റിലെ ഹോളി സെയിന്റിനെസ് ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ പാസ്റ്റർ നടത്തത് എനിക്ക് മനസ്സിലാകാത്തത് ഈവിൾ പവർ ചവിയ ഹോളി സ്പിരിറ്റ് വരുന്നതിന് മുൻപേ കിട്ടി. അതെങ്ങനെയെന്നാണ് മനസ്സിലാകാത്തത്. ഇനി അവളുടെ അവേക്കണേ ഡാർക്കോ പവർ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ ബൈ ടാങ്സിറ്റ് വിചാരിക്കുന്നത് പോലെ അവളെ പെട്ടെന്ന് പഴയ രീതിയിൽ കൊണ്ടുവരാനൊന്നും കഴിയില്ല. കാരണം മെമ്മറിയൊക്കെ പോയി കാണുമല്ലോ. മാക്സിമം കുറച്ച് മെമ്മറി എടുക്കാൻ കഴിയുന്നല്ലത് പഴയ രീതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അതിനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? എന്നിരുന്നാലും അവരുടെ മാച്ചിലേക്ക് നടന്നു വരികയാണ് രണ്ടുപേരും. ദൈവം മുൻപ് അവരോട് കഴിഞ്ഞ തവണത്തെ മണ്ടത്തര കാണിക്കില്ല, എൻ്റെ ലൈഫിനെ നോക്കും എന്ന് പറഞ്ഞിരുന്നു. അവളുടെ ഇപ്പോഴത്തെ പേര് ലൈൻ. അത് പറയുന്നുണ്ട് ബേബി ഇപ്പോൾ നിനക്ക് എന്നെ ഓർമ്മയില്ലേ, നമ്മുടെ സെറ്റ് അവർ രണ്ടുപേരും ഉള്ളപ്പോൾ ആ ഓർമ്മ അതെല്ലാം കാണിക്കുന്നുണ്ട്. അതൊക്കെ പറയാൻ നോക്കിയെന്നാൽ അവളൊന്ന് റിയാക്ട് ചെയ്യുന്നില്ല. അവളുടെ സോൾഡറിങ് എടുക്കണം. അത് 7 സോൾഡറിങ്ങായ സെയിന്റ് ലെവലാണ്. ബേബി സോൾ എംപറർ ആണല്ലോ എല്ലാവരും ഷോക്ക്. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്ക്. ബൈ.